എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. കെ എം മാണി, കേരളം കണ്ട കരുത്തനായ നേതാവായ കെ എം മാണി, അദ്ദേഹത്തിന് അവസാനം വരെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളിലൊന്ന് എന്നെങ്കിലും ഒരു തവണയെങ്കിലും അല്പകാലത്തേക്കെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുക എന്നതായിരുന്നു. പക്ഷേ അത് സാധിക്കാതെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരിക്കൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ആ മുഖ്യമന്ത്രി പദം വന്നു ചേർന്നിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു. 5ാം കേരള നിയമസഭയുടെ കാലത്ത് കേരളത്തിൽ 4 മുഖ്യമന്ത്രിമാരുണ്ടായി. കെ കരുണാകരൻ, അത് കഴിഞ്ഞ് എ കെ ആൻ്റണി, പിന്നെ ചുരുങ്ങിയ കാലം പി കെ വാസുദേവൻ നായർ, പിന്നെ ഏതാണ്ട് 1.5 മാസം മാത്രം CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ, പി കെ വാസുദേവൻ നായർ കഴിഞ്ഞ് പി കെ വാസുദേവൻ നായർക്ക് ശേഷം ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നൊരു ഘട്ടം വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രീയ ബലാബലത്തിൻ്റെയും രാഷ്ട്രീയമായ സമവാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കെ എം മാണിക്ക് നറുക്ക് വീഴേണ്ടതായിരുന്നു. കെ എം മാണി നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് എന്ന നിലയിലാണ്. അതേ സമയത്ത് അന്നത്തെ മറ്റു സാമുദായിക സന്തുലിതത്വവും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് അവസാനം മാണിയിൽ നിന്ന് അത് മാറി CH മുഹമ്മദ് കോയയിലെത്തിയത്. 1.5 മാസമാണ് അദ്ദേഹം CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി കസേരയിലിരുന്നെങ്കിലും 1.5 മാസമെങ്കിലും മുഖ്യമന്ത്രി കസേരയിലിരിക്കാനുള്ള ആ മോഹം ആണ് വാസ്തവത്തിൽ അന്ന് കെ എം മാണിക്ക് പൊലിഞ്ഞു പോയത്. പിന്നീട് നമുക്കറിയാം, ബാർക്കോഴ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു പീരീഡിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് കെ എം മാണിയെ മുന്നിൽ നിർത്തി ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ഒരു ചെറിയ നീക്കം നടത്തിയിരുന്നതായി നമുക്കെല്ലാം അറിയാം. അന്നത്തെ നീക്കം കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിന്നും, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നും ഒരു വിഭാഗത്തെ, ഈ കേരള കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇടതുപക്ഷം പിന്തുണ നൽകിക്കൊണ്ടുള്ള, നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വളരെ ചെറിയ 3-4 സീറ്റിൻ്റെ ബലത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി 5 വർഷം പൂർത്തിയാക്കിയത്. അപ്പോൾ വേണമെങ്കിൽ അടർത്തിയെടുക്കാൻ പറ്റുമായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അന്ന് ഒരു പരിധിവരെ കെ എം മാണിക്കും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ ഒന്ന് UDF വിട്ട് പുറത്ത് വന്നാൽ LDFൻ്റെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു നീക്കം. അന്ന് തുറന്ന തരത്തിലുള്ള സമീപനങ്ങളോ തുറന്ന തരത്തിലുള്ള ചർച്ചകളോ ഒന്നും നടന്നില്ലെങ്കിലും അതീവ രഹസ്യമായി ചില ചർച്ചകളൊക്കെ ആ കാലത്ത് നടക്കുകയുണ്ടായി എന്ന് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അത് അദ്ദേഹത്തിന് അന്നും അത് പൊലിഞ്ഞുപോയി, നടക്കാതെ പോയി. ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രിയാകാനായിട്ടുള്ള ഒരു നീക്കം അദ്ദേഹത്തിനൊരു അവസരം വന്നു എന്നാണ്. ചന്ദ്രശേഖർ എന്ന് പറയുന്ന ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ചന്ദ്രശേഖർ ഒരു ചെറിയ പീരീഡിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ആ കാലത്ത് 1990-91 ആ കാലമാണ്. ആ കാലത്ത് അന്ന് തോമസ് കുതിരവട്ടം കേരള കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗവും PC തോമസ് കേരള കോൺഗ്രസിൻ്റെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗവുമായിരുന്നു. അന്ന് ആ പാർലമെൻറ്റ് അംഗത്തിൽ അന്ന് അദ്ദേഹം ജൂനിയറായിരുന്നു. 1989 ആദ്യമായിട്ട് PC തോമസ് MP ആകുന്നത്. പിന്നീട് 91 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും MP ആയി. 5 തവണ MP ആയി. 4 തവണ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ MP ആയി. 5ാം തവണ IFDP എന്ന് പറയുന്ന NDAയുടെ കൂടെയുള്ള വാജ്പേയി ഗവൺമെൻറ്റിൽ, അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നാൾ സഹമന്ത്രിയുമായിരുന്നു. അങ്ങനെ PC തോമസ് ജൂനിയർ ആയത് കാരണം തോമസ് കുതിരവട്ടത്തിന് കേന്ദ്ര സഹമന്ത്രി പദം ഓഫർ വന്ന കാലത്ത് മാണിക്കൊരു മോഹമുണ്ടായി. അദ്ദേഹം വിചാരിച്ചത് തോമസ് കുതിരവട്ടമാണെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി മാത്രമേ ആകാൻ പറ്റൂ. അപ്പോൾ താനാണ് പോകുന്നതെങ്കിൽ തന്നെപ്പോലുള്ള ഒരു നേതാവിന് കേന്ദ്ര ക്യാബിനറ്റ് പദവി ലഭിക്കും. അങ്ങനെ ആ പദവി ലഭിച്ചാൽ എന്ന് കരുതി അദ്ദേഹം ഒരു ഡൽഹി യാത്ര ആ കാലത്ത് നടത്തുകയുണ്ടായി. അന്നത്തെ ഡൽഹി യാത്രയിൽ കേരളത്തിൽ നിന്നുള്ള ഏതോ കോൺഗ്രസ് നേതാക്കൾ, അത് സംബന്ധിച്ച വ്യക്തത ഇന്നും വന്നിട്ടില്ല, ഏതോ കോൺഗ്രസ് നേതാക്കൾ അത് വെട്ടിയതിൻ്റെ ഫലമായി നിരാശനായി കെ എം മാണിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഫലത്തിൽ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് മുഖ്യമന്ത്രി ആദ്യം വന്നു. പിന്നീട് കപ്പിനിടയിൽ ചുണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ചുണ്ടിനിടയിൽ കപ്പ് വന്നിട്ട് കപ്പ് മറിഞ്ഞുപോയി, ചുണ്ട് പൊള്ളിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. എന്നാലും അദ്ദേഹത്തിൻ്റെ ചിരകാല മോഹങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസം ഇരിക്കുക എന്നുള്ളത്. അദ്ദേഹം പലപ്പോഴും പരോക്ഷമായിട്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ള സീനിയറായ മുതിർന്ന മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്.
എന്തായാലും അതില്ലാതെ അദ്ദേഹം കടന്നു പോവുകയാണ്. എങ്കിലും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളാണ് കടന്നു പോകുന്നത്.